കേരള കോൺഗ്രസിനെ യുഡിഎഫിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗ് നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് യുഡിഎഫ് ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് മാണിയെ UDF-ലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്? അല്ല, അത് നമ്മളല്ലല്ലോ, അവർ വരാനും തയ്യാറാകണ്ടേ. അവർ വരാൻ തയ്യാറാകാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അവരെന്തുകൊണ്ടാണ് പോയത്? അവരുടെ ശ്രീ മാണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ, കള്ളക്കേസുകൾ, ഇതൊക്കെയില്ലേ ധാരാളം. ആ കുടുംബത്തെക്കുറിച്ച്, പിന്നെ വോട്ടെണ്ണുന്ന മെഷീനെക്കുറിച്ച് ഇത്രയും അപവാദം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എക്കാലത്തെയും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? ആ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയോട്, ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു MP ജനപ്രതിനിധിയായിട്ട് പോലും കേൾക്കേണ്ടി വരുന്ന അവഹേളനങ്ങളും അപഹാസങ്ങളും നമ്മൾ കാണുന്നില്ലേ? വല്യേട്ടൻ മനോഭാവം. നേരെ മറിച്ച് UDF-ൽ അതില്ലല്ലോ. കേരള കോൺഗ്രസ് മാണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം അത് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യമാണ്. അത്രമാത്രം പ്രബലരായിരുന്നു ആ രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ UDF-ൽ നിന്ന് ഒരു ശ്രമവും കേരള കോൺഗ്രസ് മാണിയെ തിരികെ കൊണ്ടുവരുവാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. മുസ്ലിം ലീഗിന് താല്പര്യമില്ല ഒരു പാർട്ടി വരുന്നത്? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണി കേരള കോൺഗ്രസ്സിന് UDF-ലേക്ക് തിരിച്ചു വരണം എന്നൊരു താല്പര്യം ഉണ്ടാകുക. രണ്ട്, UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. അത് കിട്ടാതെ നമ്മൾ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എന്തെങ്കിലും അങ്ങനെ വേണ്ട, തൽക്കാലം അവരവിടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ മുന്നണി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം എന്ന രീതിയിലാണ് UDF-ന്റെ സമീപനം. അങ്ങനെയല്ല, പക്ഷെ അവരില്ലെങ്കിലും UDF നിലനിൽക്കണ്ടേ. മാണി കേരള കോൺഗ്രസ് വന്നില്ലെങ്കിലും UDF-ന് സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം, വിജയിക്കണം, ഇതൊക്കെയുണ്ട്. അത് വന്നാൽ ഒരാൾ കൂടിയാൽ അത്രയും നല്ലത്. എത്ര എണ്ണാന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാരായിരുന്നാലും UDF-ന്റെ ആശയങ്ങളുമായി സഹകരി നേരത്തെ ഇതിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്നാൽ UDF-നെ സംബന്ധിച്ചത് നല്ലതാണ്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDF-ലേക്ക് കൊണ്ടുവന്നതും. KM മാണിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് LDF വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് UDF-ൽ നിന്ന് എത്രമാത്രം അവഗണന വരുന്നുണ്ട് എന്ന കാര്യം അവിടെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം UDF-നാണ് ഉണ്ടായിരിക്കുന്നത്. LDF-ൽ കേരള കോൺഗ്രസ് തൃപ്തരാണ് എന്ന കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുകയില്ലല്ലോ, സമീപകാലത്തെ പല സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായിരിക്കും. കോൺഗ്രസിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, UDF-ൽ ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇത് UDF-ൽ ചർച്ച വേണ്ടല്ലോ. ഇത് പരസ്പരം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDF-ന്റെ തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവരും പലതവണ പറയുന്നുണ്ട്, അവർ ചർച്ചകളിലും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മതി UDF സംവിധാനത്തിൽ, മറ്റേ കേരള കോൺഗ്രസ് അത് അവർ പോയതല്ലേ, അവരങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളത്. ആ ഒരു എതിർപ്പ് പ്രശ്നമാകുന്നുണ്ടെന്നാൽ അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും പിന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. അതെന്താണ് അങ്ങനെ ചർച്ച വേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങണം. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാനും ശ്രമിക്കണം. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്.